ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശി അതുല്യെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് ആവർത്തിച്ച അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള. കൊലപാതകത്തിന് ഉത്തരവാദി ഭർത്താവ് സതീഷ് തന്നെയെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും രാജശേഖരൻ പിള്ള 24-നോട് പറഞ്ഞു. അതുല്യയുടെ ദുരൂഹമരണത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടുത്താത്തതിനെ കോടതി ചോദ്യം ചെയ്തു. സ്ത്രീധന പീഡനം വ്യക്തമായതോടെയാണ് ഇന്നലെ സതീഷിന്റെ ഇടക്കാല ജാമ്യം കോടതി റദ്ദാക്കിയത്. മകൾ ശാരീരികവും മാനസികവുമായ ക്രൂരപീഡനം നേരിട്ടതായും വീഡിയോ ദൃശ്യങ്ങളിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാണെന്നും അതുല്യയുടെ പിതാവ്. എൻ്റെ മകൾ മരിക്കാനുള്ള കാരണം അവൻ തന്നെയാണ്. അവൻ്റെ ശാരീരികവും മാനസികമായ അതിക്രൂരമായ പീഡനം മൂലമാണ് എൻ്റെ മോള് മരിച്ചത്. ഒരു പുതിയ ജോലിക്ക് പോകാനായിട്ട് അവരുടെ ജന്മദിനമായിട്ട് അത്ര ഹാപ്പി ആയിട്ടിരുന്നവൾ എന്തുകൊണ്ടോ അങ്ങനെ മരിച്ച് അവൻ അന്ന് എന്തുമാത്രം എൻ്റെ മോളെ ഉപദ്രവിച്ച് അവൻ എൻ്റെ മകളെ ശാരീരികമായിട്ട് അന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെക്കുംഭാഗം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.